ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു പുരുഷനെ പ്രലോഭനത്തിൽപ്പെടുത്തി അപകടത്തിൽപ്പെടുത്താൻ വളരെ ഈസിയാണ്. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന ആ രീതിയിലാണ്. പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചിരിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ്. പുരുഷന് കാഴ്ചയിൽ വികാരം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇപ്പോൾ ഒരു സ്ത്രീ വൾഗറായിട്ട് ഡ്രസ്സ് ധരിച്ചു പോകുമ്പോൾ അവൻ നോക്കുന്നുണ്ട്, അവന് ഒരു കാമം അവിടെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അയാളത് കൺട്രോൾ ചെയ്ത് പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. കാരണം അത് സമൂഹത്തിൽ ദോഷം ചെയ്യും. അതുകൊണ്ട് അവരെ ആക്രമിക്കുന്നില്ല. അല്ലെങ്കിൽ അയാൾക്ക് അവിടെ ആഗ്രഹം ഉദിക്കുന്നുണ്ട്, പക്ഷേ അയാൾ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് നിർത്തുകയാണ് അവിടെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ്, അങ്ങനെ പരസ്യമായിട്ട് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഒരാളെ ആക്രമിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളത്. ചില ആളുകൾക്ക് അത് മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് ഇതിനകത്ത് പെട്ടുപോകുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകളോട് നിങ്ങൾ വൾഗർ ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ അവർക്ക് പ്രലോഭനം ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്. അതെന്തിനാ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. പക്ഷേ സ്ത്രീകൾക്ക് അങ്ങനെയല്ല, ആണുങ്ങൾക്ക് അങ്ങനെയാണ് ആ മൈൻഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഉത്തമന്മാർ ശരിക്കും ആണുങ്ങൾ തന്നെയാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ ഈ പെൺകുട്ടി റീച്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അടുത്തേക്ക് ചെന്ന് നിൽക്കുകയാണ് അങ്ങോട്ടേക്ക്. അയാൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ ഇവർ റൈറ്റ് സൈഡിൽ കൂടെ ഇങ്ങനെ മുട്ടി ചെന്നിരിക്കുകയാണ്. അത്രയും തിരക്കുള്ള ഒരു ബസ്സല്ലത്. ഇവിടെ റീച്ച് എന്നിട്ട് മൊബൈൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ചേർന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ മൊബൈലിൽ ഇതെടുക്കുന്നു. അവർക്കൊരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു സാധനമായിരുന്നു ഇത് കണ്ടില്ലേ. പക്ഷേ ഇവർ വിചാരിച്ചില്ല, ഇയാൾ ഇത്രയും മാനസികമായി തളർന്നു പോവുകയും മറ്റുള്ളവരുടെ മുമ്പിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ പുള്ളി അവഹേളിക്കപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഇനി, എനിക്ക് എൻ്റെ ജീവിതം പോയില്ലേ, ഇനി എനിക്ക് ജീവിക്കാൻ ആളുകളുടെ എങ്ങനെ മുഖത്ത് നോക്കും, ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകും ജീവിതം എന്നൊക്കെ ഒരു മൈൻഡ് കൊണ്ട് ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. അവിടെ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് അവിടെ വരികയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ വിളിച്ചിട്ടുണ്ട് പുള്ളി. പക്ഷേ എന്നിട്ട് പോലും പുള്ളിക്ക് ഒരു സമാധാനം അവിടെ ഉണ്ടായില്ല. ആ സമാധാനം ഉണ്ടാവാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു ചിന്തയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പെൺകുട്ടിയും കരുതിയില്ല ഇദ്ദേഹം ഇത്ര മനക്കെട്ടിയില്ലാത്തൊരാളാണ്. ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് ആളുകളുടെ ഇടയിലേക്ക് ഇത് പടർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇദ്ദേഹം ഇങ്ങനെ ജീവൻ വെടിഞ്ഞ് അല്ലെങ്കിൽ ജീവൻ കളയും എന്ന് ഈ പെൺകുട്ടിയും കരുതിയിരുന്നില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്. കാരണം എല്ലാവരും ഒരേ സ്വഭാവക്കാരല്ല. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ കണ്ടില്ലേ, എത്ര ഇത് കഴിഞ്ഞിട്ടും പീഡനങ്ങളൊക്കെ പറഞ്ഞിട്ടും ചിരിച്ചുകൊണ്ട് ജയിലിലേക്കൊക്കെ പോയി തിരിച്ചു വന്ന ആൾ. അതുപോലെ എല്ലാവരും അല്ല, എല്ലാ ആൾക്കാർക്കും അതൊന്നും സഹിക്കാനുള്ള കഴിവില്ല. അപ്പോൾ റീച്ച് കിട്ടാൻ വേണ്ടി ഇതുപോലുള്ള പണികൾ നടത്തുമ്പോൾ തിരിച്ച് പണി കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ റീൽസിന് വേണ്ടിയിട്ട് സ്വയം ജീവിതം വെടിഞ്ഞു കളഞ്ഞ ആൾക്കാരുണ്ട്. ട്രെയിനിൻ്റെ മുന്നിൽ നിന്ന് ചെയ്തത്, അല്ലെങ്കിൽ വലിയ അണക്കെട്ടിൻ്റെ മുകളിൽ നിന്നും കുന്നിൻ്റെ മുകളിൽ നിന്നൊക്കെ റീൽസ് എടുത്ത് താഴത്തേക്ക് വീണ് മരണപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ റീൽസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ ഈ പെൺകുട്ടി ഇനി എന്ത് ചെയ്യും? എല്ലാം കൊണ്ടും മാനസികമായി തളർന്ന് ഇനി ജയിലിൽ പോകേണ്ട അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതം വെടിഞ്ഞോടുകൂടി അവരുടെ മാതാപിതാക്കൾക്ക് ആരുമില്ലാണ്ടായി. അദ്ദേഹത്തിന് ഇവർക്ക് വേണമെങ്കിൽ അവിടെ വെച്ച് പ്രതികരിക്കാമായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ പറയുന്നത് അയാൾ വേറെ കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് പ്രതികരിക്കണ്ടേ? ഇതുപോലെ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായല്ലോ അത് റീൽസിന് വേണ്ടി ചെയ്തതാന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ആരും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ റീൽസല്ല നമുക്ക് പ്രധാനം. റീൽസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജയിലിൽ പോകേണ്ട അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അത് മനസ്സിലാക്കുക. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ചു നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങിയത് അവിടെ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം അബ്യൂസ് ഉണ്ടായി എന്നാണ് പറയുന്നത്. അതെവിടെ വീഡിയോയിൽ? ഇവർ ഈ അബ്യൂസ് ചെയ്യാത്ത സാധനം മാത്രം വീഡിയോ എടുക്കുന്ന ആളാണ്. ഇതിന് മുമ്പുള്ള എടുക്കാൻ പറ്റാത്ത നമുക്ക് പിന്നെ മനസ്സിലാക്കാം. പക്ഷേ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം പലതും ഉണ്ടായി എന്ന് പറയുന്നു. അതെവിടെ പോയി? അതെന്തുകൊണ്ട് എടുത്തില്ല?
ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഇതൊരു മെയിലിന്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ അൺകറക്റ്റഡ് ബിഹേവിയറാ. സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. സൈക്കോളജി പറയുന്ന അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയർ. അതെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട്